ഞങ്ങൾ കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയാണ്. കേരള ബസ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി. എൻ്റെ പേര് KN നജീബ്. സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ. ഇതാണ് ഈ തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറിയും ട്രഷറുമാണ്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ നിലച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സർവീസ് നടത്തുന്നത്. അടിക്കടി മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകളെ വളരെയധികം ദ്രോഹിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉദാഹരണ സഹിതം വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ വരുന്ന 27-ാം തീയതി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു മാർച്ചും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള KS സുനിൽകുമാറാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള സമരം പ്ലാൻ ചെയ്തിട്ടുള്ളത്, നമുക്കറിയാം, ഇപ്പോൾ റോഡ് സുരക്ഷയുടെ ഭാഗമായി പല നിയമങ്ങളും സ്വകാര്യ ബസ്സിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നു, അതിനുശേഷം GPS കൊണ്ടുവന്നു. ഒരു പുതിയൊരു സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് ക്യാമറ എന്ന സിസ്റ്റമാണ്. ഇതിപ്പോൾ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു വാഹനത്തിനകത്ത് 2 ക്യാമറ പിടിപ്പിച്ചാൽ മതിയെന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ബഹുമാനപ്പെട്ട മന്ത്രി സമ്മതിക്കുകയും 2 ക്യാമറ പിടിപ്പിക്കുമ്പോൾ 1 ക്യാമറയുടെ പൈസ നിങ്ങൾക്ക് ഗവൺമെൻറ് തരുമെന്ന് വാക്ക് നൽകുകയും ചെയ്തിട്ടുള്ള മന്ത്രി ഇപ്പോൾ അത് 3 ക്യാമറ പിടിപ്പിക്കണമെന്നാണ് പറയുന്നത്. അത് പിടിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് മാർച്ച് 1 മുതൽ 5 ക്യാമറ വാഹനത്തിനുള്ളിൽ പിടിപ്പിക്കണമെന്നാണ്. ഏതോ IT ഉദ്യോഗസ്ഥന്റെ തലയിൽ വെച്ച കച്ചവട ഉദ്യോഗസ്ഥന്മാരുടെ കച്ചവട ലോബിയാണ് ഇതിന് പിന്നിലെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കാരണം മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഇല്ലാത്ത ഒരു നിയമമാണ് ഈ ക്യാമറ. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത് 3-4 മാസം സ്റ്റേ ചെയ്യുകയും ചെയ്തു. അത് സുരക്ഷയുടെ ഭാഗമായി വെക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മുമ്പിലും പിമ്പിലും അകത്തും ക്യാമറ വെക്കാൻ നിർബന്ധിതരായി. അന്നൊരു ക്യാമറയ്ക്ക് 4000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് 3 ക്യാമറ ആയപ്പോൾ 8000 ആയി. ഇപ്പോൾ 12000 രൂപ, കാരണം 5 എണ്ണം. ഇപ്പോൾ 35,000 സ്വകാര്യ ബസ് ഉണ്ടായിരുന്ന ഈ മേഖല തകർന്നു. സാധാരണക്കാരുടെ വാഹനമായ സ്വകാര്യ ബസ് ഇന്നില്ല. അത് കോവിഡ് സമയത്ത് 15,000 ആയി. ഇപ്പോൾ RTI കൊടുത്ത റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് കൊടുത്ത നിയമപ്രകാരം കിട്ടിയിട്ടുള്ള രേഖ വെറും 7,000-ൽ താഴെയുള്ള സ്വകാര്യ ബസ്സാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള സ്പീഡ് ഗവർണറും GPS-ഉം അതുപോലുള്ള ഇപ്പോൾ ക്യാമറയും അടിച്ചേൽപ്പിക്കുകയാണ്. സ്പീഡ് ഗവർണർ ഇപ്പോൾ KSRTC ഇല്ല. സ്വകാര്യ ബസ്സിൽ സ്പീഡ് ഗവർണർ ഉണ്ടെങ്കിലും അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അത് എല്ലാ CF-നും സ്വകാര്യ ബസ് ഉടമകൾ 4,000-5,000 രൂപ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി കാണിക്കണം. GPS എല്ലാ വർഷവും 3,000 രൂപ കൊടുത്താൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കണം. അതുപോലെ ഈ ക്യാമറ എല്ലാ വർഷവും, ഇത് ഇലക്ട്രോണിക് സിസ്റ്റമാണ്, എപ്പോഴും കേടുവരാം. എല്ലാ വർഷവും നന്നാക്കാൻ ഒരു എമൗണ്ട് വാങ്ങിക്കും. ഇതിനകത്തൊരു കച്ചവട താല്പര്യമുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ RTO ഉദ്യോഗസ്ഥന്മാരടക്കം ഇതിനകത്ത് കമ്മീഷൻ പറ്റി വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നതെന്ന് ജനം മനസ്സിലാക്കണം. നാളെ ചരിത്രം പറയും, സ്വകാര്യ ബസ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും. ഇപ്പോൾ ഞാൻ പറഞ്ഞ 35,000-ൽ നിന്ന് വളരെ കുറച്ച് ബസ് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ പറയും. സംസ്ഥാനത്ത് RTO ഓഫീസുകൾ 10 മണി മുതൽ 1 മണി വരെ പ്രവർത്തിച്ചാൽ മതിയെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് 1/2025 നമ്പർ സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. ഇത് പ്രകാരം ഒരു ഫോൺ കോൾ വരെ പൊതുജനം ഫോണിൽ വിളിച്ചാൽ പോലും ഫോൺ എടുക്കണ്ട എന്നും അത്തരത്തിലൊരു സമീപനമായ ഉത്തരവാണ് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുളവാക്കുന്ന തരത്തിലുള്ള ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. നിയമവിരുദ്ധമായി ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. അപകടത്തിൽപ്പെട്ട ബസ്സിൻ്റെ പെർമിറ്റ് 6 മാസം സസ്പെൻഡ് ചെയ്യുക. ഡ്രൈവർ ഏതെങ്കിലും നിസ്സാര കുറ്റം ബസ്സിൻ്റെ മൂട്ടിൽ ഒരു ബൈക്കാരൻ പിടിച്ചാലും ബസ്സുകാരൻ്റെ പേരിൽ
FIR ഇട്ട് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. പിന്നെ ക്യാമറ അടിക്കുന്ന ഫൈനുകൾ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ബസ്സുകാർക്കുണ്ടായിരിക്കുകയാണ്. അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ഈ മോട്ടോർ വാഹന വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും വിരുദ്ധമായ ഒരു നിലപാടാണ് ഇത് സ്വീകരിക്കുന്നത്.